എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ അജീവിക മിഷൻ ഗ്രാമീൺ VBG റാംജി പദ്ധതി ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് നടപ്പിലാക്കും. ശനിയാഴ്ച ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ വിജ്ഞാപനം ഇറക്കി. 100 ദിവസത്തിന് പകരം 125 ദിവസം ഉറപ്പാക്കുമെന്ന് വിജ്ഞാപനത്തിൽ പറയുന്നു. ജലസുരക്ഷ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യം, ജീവനോപാധി അടിസ്ഥാന സൗകര്യം, ദുരന്ത നിവാരണം എന്നീ 4 വിഭാഗങ്ങളിലാണ് പ്രവർത്തികൾ. പദ്ധതിയിൽ ചേരുന്നവർക്ക് പ്രത്യേക കാർഡ് ലഭിക്കും. പഞ്ചായത്ത് സെക്രട്ടറി നൽകുന്ന ഗ്യാരണ്ടി കാർഡിന്റെ കാലാവധി 3 വർഷമായിരിക്കും. ഇത് പിന്നീട് പുതുക്കാം. നടത്തിപ്പ് ചുമതല പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിക്കാണ്. പണികളുടെ പരിശോധന പഞ്ചായത്ത് തലത്തിൽ നടക്കും. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി ജൂലൈ 1 മുതൽ രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ അജീവിക മിഷൻ എന്ന പദ്ധതിയിൽ ഭിന്നശേഷിക്കാർ, സ്ത്രീകൾ, മുതിർന്ന പൗരന്മാർ, ഗുരുതര അസുഖം ഉള്ളവർ എന്നിവർക്ക് പ്രത്യേക പരിഗണന ഉണ്ടാകും. ഇവർക്കുള്ള തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനായി പ്രത്യേക ദിവസവേതന വ്യവസ്ഥയിൽ ഈ നിയമങ്ങളിലൂടെ സർക്കാർ വിഭാവനം ചെയ്യുന്നുണ്ട്. പദ്ധതിയിൽ ഭിന്നശേഷിയുള്ള തൊഴിലാളികൾക്ക് അവരുടെ മുഴുവൻ ദിവസ വേതനം ലഭിക്കുന്നതിനായി നിശ്ചിത മണിക്കൂർ ജോലി ചെയ്യേണ്ടതില്ല എന്നതാണ്. ഓരോ വ്യക്തിയുടെയും ശാരീരിക ശേഷിക്കനുസൃതമായിട്ടായിരിക്കും അവർക്ക് ജോലി നൽകുക. കഠിനമായ ശാരീരിക അധ്വാനം ആവശ്യമുള്ള ജോലികൾക്ക് പകരം സൂപ്പർവൈസറി ജോലികൾക്കും പിന്തുണ നൽകുന്ന പ്രവർത്തനങ്ങൾക്കും മുൻഗണന നൽകിക്കൊണ്ട് ഭിന്നശേഷിക്കാർക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കൂടാതെ ഭിന്നശേഷിക്കാർക്കുള്ള വീടുകൾക്ക് തൊഴിൽദാന പദ്ധതികളിൽ മുൻഗണന ലഭിക്കുമെന്നും അവർക്ക് വീടിനടുത്ത് തന്നെ ജോലി ലഭ്യമാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും വേണ്ടി പ്രത്യേക ഷെഡ്യൂൾ ഓഫ് റൈറ്റ്സ് തയ്യാറാക്കുന്നുണ്ട്. ഇത് അവർക്ക് ലഭ്യമാക്കേണ്ട വേതനം കുറവ് വരാതെ അന്തസ്സോടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കും. സാധാരണ തൊഴിലാളികൾക്ക് 8 മണിക്കൂർ ജോലി ചെയ്താൽ ലഭിക്കുന്ന അതേ വേതനം ഈ പ്രത്യേക വിഭാഗക്കാർക്ക് അവരുടെ ശാരീരിക അവസ്ഥകൾ കണക്കിലെടുത്തു തന്നെ ലഭ്യമാക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു തൊഴിലാളിക്ക് വേണമെങ്കിൽ 12 മണിക്കൂർ വരെ ജോലിയെടുക്കാൻ സാധിക്കും. എങ്കിലും അർഹമായ വേതനം ഉറപ്പാക്കാനാണ് ഇതിലൂടെ സർക്കാർ മുൻഗണന നൽകുന്നത്. ഈ നിയമത്തിന്റെ ഭാഗമായി തൊഴിലാളികൾക്ക് ഗ്രാമീണ റോസ്ഗാർ ഗ്യാരണ്ടി കാർഡ് നൽകും. ഭിന്നശേഷിക്കാർക്കും, സ്ത്രീകൾക്കും, മുതിർന്നവർക്കും, ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കും പ്രത്യേക ഗ്യാരണ്ടി കാർഡുകൾ നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതേസമയം പുതിയ നിയമത്തിലെ വിവിധ വകുപ്പുകൾ വലിയ വിമർശനങ്ങൾ വിളിച്ചു വരുത്തുന്നുണ്ട്. മഹാത്മാഗാന്ധിയുടെ പേരിലെ പദ്ധതിയുടെ പേരുമാറ്റം തന്നെ ഏറെ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ജൂലൈ 1 മുതൽ നിലവിൽ വരുന്ന പുതിയ പദ്ധതിയിലെ സാമ്പത്തിക ബാധ്യതയിൽ കടുത്ത അതൃപ്തിയിലാണ് വിവിധ സംസ്ഥാനങ്ങൾ. ഇതിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വരെ രംഗത്ത് വന്നിട്ടുണ്ട്. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ മുഴുവൻ ഫണ്ടും കേന്ദ്ര സർക്കാരായിരുന്നു നൽകിയിരുന്നത്. പുതിയ പദ്ധതി പ്രകാരം 60:40 എന്ന അനുപാതത്തിലാണ് കേന്ദ്രവും സംസ്ഥാനവും ചിലവ് പങ്കിടേണ്ടത്. മെറ്റീരിയൽ ചെലവുകൾക്ക് മാത്രമായിരുന്നു സംസ്ഥാനങ്ങൾക്ക് ബാധ്യത ഉണ്ടായിരുന്നത്. ഇത് ആകെ ബജറ്റിൽ 10% മാത്രമായിരുന്നു. എന്നാൽ പുതിയ രീതിയിൽ സംസ്ഥാനങ്ങൾക്ക് വൻ സാമ്പത്തിക ബാധ്യത വരുത്തുന്നതാണ് പദ്ധതി. നാഷണൽ കമ്പനി ഫോർ പീപ്പിൾ റൈറ്റ് ടു ഇൻഫർമേഷൻ വിവരാവകാശ നിയമപ്രകാരം നേടിയിട്ടുള്ള മറുപടിയിലാണ് BJP ഭരിക്കുന്ന ബീഹാർ, മധ്യപ്രദേശ്, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾ പുതിയ ഫണ്ട് രീതിയിൽ മാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. 125 ദിവസത്തെ തൊഴിൽ ദിനങ്ങൾക്കായി സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ബാധ്യത വലിയ തോതിൽ വർദ്ധിക്കുമെന്ന കണക്കുകൂട്ടൽ വ്യക്തമാക്കുന്നു. ബീഹാർ ബാധ്യത 4477 കോടിയിൽ നിന്ന് 15,939 കോടിയായി ഉയരും. മധ്യപ്രദേശിൻ്റേത് 4168 കോടിയിൽ നിന്നും 20,037 കോടിയായും, ജാർഖണ്ഡിൻ്റേത് 1804 കോടിയിൽ നിന്നും 9,293 കോടി ചിലവ് വർദ്ധിക്കും എന്നാണ് റിപ്പോർട്ട്. 13 സംസ്ഥാനങ്ങളിൽ നിന്നും ലഭിച്ച പ്രതികരണങ്ങൾ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം വിവരാവകാശ രേഖകളിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. 5 സംസ്ഥാനങ്ങൾ വേതന നിരക്കിൽ മാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിലെ വേതനം വിപണി നിരക്കിലേക്കാൾ കുറവാണ് എന്നതാണ് ഇവരുടെ വാദം. കർഷക സീസണുകളിൽ 60 ദിവസത്തേക്ക് തൊഴിൽ നിർത്തിവെക്കാനുള്ള വ്യവസ്ഥയെ
4 സംസ്ഥാനങ്ങൾ എതിർത്തിട്ടുണ്ട്. പേയ്മെന്റുകൾ വൈകുന്നതിനെതിരെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും പരാതി ഉയർത്തിയിട്ടുമുണ്ട്. 90:10 എന്ന നിലവിലെ അനുകൂല അനുപാതത്തിൽ ഫണ്ട് ലഭിക്കുന്ന സിക്കിം, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളും പുതിയ വ്യവസ്ഥകളിൽ പുനഃപരിശോധന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭൂപ്രകൃതിയുടെ പ്രത്യേകതകൾ ചൂണ്ടിക്കാട്ടി വേതനത്തിന്റെ മുഴുവൻ തുകയും കേന്ദ്രം തന്നെ നൽകണം എന്നതാണ് ഉത്തരാഖണ്ഡ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഗ്രാമീണ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 125 ദിവസം തൊഴിൽ ഉറപ്പാക്കുക എന്നതാണ് VBG-RAM പദ്ധതിയുടെ ലക്ഷ്യം. എന്നാൽ കേന്ദ്രം നിശ്ചയിക്കുന്ന പരിധിക്ക് മുകളിലുള്ള മുഴുവൻ ചെലവും സംസ്ഥാനങ്ങൾ വഹിക്കേണ്ടി വരും എന്ന വലിയ വെല്ലുവിളിയാണ് കേരളം ഉൾപ്പെടെയുള്ള ഓരോ സംസ്ഥാനത്തിനും പാരയാകുന്നത്. അപ്പോൾ ഇതാണ് പുതിയ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി വരുന്ന VBG-RAMG പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ അറിയിപ്പ്. സംസ്ഥാനത്ത് ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഏകദേശം പൂർത്തിയായി തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ പ്രദേശങ്ങളിൽ ഇന്ന് കയ്യിൽ വിതരണം സജീവമായിട്ടുണ്ട്. നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് പെൻഷൻ വിതരണം പൂർത്തീകരിക്കും. 3-ാം തീയതിക്ക് ശേഷം ആർക്കും പെൻഷൻ ലഭിക്കാനുണ്ടാകില്ല. കേന്ദ്ര വിഹിതത്തിന്റെ വിതരണം തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കുന്നതാണ്. ജൂലൈ മാസത്തെ പെൻഷനും താമസിക്കാതെ ലഭിക്കും. ജൂലൈ 21-ന് കടമെടുപ്പിന് ശേഷം 22, 23, 24 തീയതികളിലായി ബാങ്ക് അക്കൗണ്ടിൽ വിതരണം കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും. ബൈ.